യെസ്, ഇപ്പോഴും പ്രധാനമായിട്ട് PM ശ്രീയിലും ശബരിമല കേസിലും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിലുമായിരുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നത്. വിജിൻ വായന്തോട് വീണ്ടും ചേരുന്നുണ്ട്. വിജിൻ, അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യം, ഇന്നലെ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയത് മുതൽ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, മഹത്തായ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തു എന്നുള്ളത്. അതിനെ ആ രീതിയിൽ വിലയിരുത്തേണ്ടതുണ്ട്. അതായത് നിക്കക്കള്ളി ഇല്ലായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം മറ്റൊന്നും ചെയ്യാൻ അതിലില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്കറിയാം, നിയമം പഠിച്ച ആളുകൾ പോലും ഒരുപാട് പേർ ഉള്ള നേതൃസ്ഥാനങ്ങളിലുള്ള ഒരു പാർട്ടിയാണ്. അപ്പം അവർക്കറിയാമായിരുന്നു കോടതിയിൽ എന്താണ് ഇന്നലെ സംഭവിക്കുക എന്നുള്ളത്. മാത്രവുമല്ല, മെനഞ്ഞാന്ന് തന്നെ തീരുമാനം എടുത്തിരുന്നു എന്ന് പറയുമ്പോൾ അത്രയും നിക്കക്കള്ളിയില്ലാതെ ഒരു തീരുമാനത്തിലേക്ക് കടക്കേണ്ടി വന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷെ അവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. കാരണം അവരത് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ CPM എന്താണ് ചെയ്യുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന ലൈംഗിക ആരോപണ കേസുകളിലൊക്കെ CPM എന്ത് നടപടിയാണ് എടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഏത് തരത്തിലാണ് അത് വിലയിരുത്തപ്പെടുന്നത്? കോൺഗ്രസിന്റെ തീരുമാനത്തെ, ഒപ്പം തന്നെ ഇപ്പോഴുള്ള MLA പദവി ഉൾപ്പെടെ രാജിവെക്കാതെ ഇങ്ങനെ മുങ്ങി നടക്കുന്ന വിഷയത്തിൽ സർക്കാർ എടുക്കേണ്ട, ഇല്ലെങ്കിൽ നീങ്ങേണ്ട, SIT ഉൾപ്പെടെ നീങ്ങേണ്ട കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങളെ എങ്ങനെ കാണാം? തന്നെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് മാത്രം ഒതുങ്ങി സമ്മർദ്ദത്തിലും പ്രതിരോധത്തിലും ഒക്കെ ആവുകയായിരുന്നു കോൺഗ്രസും UDF-ഉം. ഇന്നലെ എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ഒപ്പം തന്നെ മിനിറ്റുകൾക്കകം തന്നെ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതോടെ വിഷയം ഇനി 3-4 ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയും സർക്കാരിനെതിരായ വിഷയവും ഒക്കെ അത് മൊത്തം ചർച്ചയാകാതെ പോയി എന്നുള്ള ഒരു ചർച്ചയൊക്കെ ആയിരുന്നു കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ രാഹുലിനെ പുറത്താക്കിയതോടുകൂടി വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരിക എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് രാവിലെ K മുരളീധരനും വ്യക്തമാക്കിയത്. രാഹുലിന്റെ വിഷയം തങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, തങ്ങൾക്ക് ഇനി ഒരു ഉത്തരവാദിത്വവുമില്ല, ഇനി എടുക്കേണ്ടത് സ്പീക്കറാണ് എന്നുള്ള പരാമർശമൊക്കെ മുരളീധരന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് വീണ്ടും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ, അതായത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള വിഷയങ്ങൾ, അത് സ്വർണ്ണക്കൊള്ളയുണ്ട്, ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, ഒപ്പം ഈ മുകേഷിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ട് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ, CPM-നെ സമ്മർദ്ദത്തിലാക്കാൻ ഒരു നീക്കം തന്നെയാണ് ഇനി കോൺഗ്രസിന്റെയും UDF-ന്റെയും ഭാഗത്തുനിന്നുണ്ടാവുക. ആ നീക്കമാണ് നിലവിൽ ഇപ്പോൾ കുറച്ചുകൂടി ശക്തമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതാണ് പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ചത്. CPM ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ എന്ത് നിലപാട് എടുത്തു എന്ന് മറുചോദ്യം ചോദിച്ച് CPM-നെ സമ്മർദ്ദത്തിലാക്കാനാണ് നിലവിൽ UDF നീക്കം നടത്തുന്നത്. ശരി, വിജിൻ.